1772 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ആർക്കോട്ട് നവാബിന്റെയും സംയുക്ത സൈന്യം ശിവഗംഗ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അന്ന് ശിവഗംഗ ഭരിച്ചിരുന്ന രാജാവ് മുത്തുവടുകനാഥ പെരിയോടത്തേവർ യുദ്ധസജ്ജനായി നിലകൊണ്ടു. ഒടുവിൽ ഇരു സൈന്യവും തമ്മിൽ ഘോര യുദ്ധം നടന്നു. കലയ്യാർ കോയിൽ യുദ്ധം എന്നറിയപ്പെട്ട ഈ യുദ്ധത്തിൽ രാജാവ് വീറോടെ ചെറുത്തുനിന്നെങ്കിലും ഒടുവിൽ വീരമൃത്യു വരിച്ചു. ശത്രു സൈന്യം ശിവഗംഗ പിടിച്ചടക്കി. രാജാവിന് ആൺമക്കളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യാക്രമണമോ കണക്ക് ചോദിക്കലോ ഉണ്ടാകില്ലെന്നവർ കണക്കുകൂട്ടി. രാജാവിന്റെ ഭാര്യയും മകളും പ്രാണരക്ഷാർത്ഥം എങ്ങോട്ടോ ഓടിപ്പോയിരിക്കുന്നു. ഒരു സ്ത്രീ ഒരിക്കലും തങ്ങളെ എതിരിടാൻ വരില്ലെന്നവർ കരുതി. റാണി തന്റെ മകളുമൊത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ കലങ്ങിയ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് ഭയമായിരുന്നില്ല. സർവവും തിരിച്ചുപിടിച്ച് കണക്ക് ചോദിക്കാനുള്ള പ്രതികാരാഗ്നിയായിരുന്നു. 1730 ജനുവരി 3 ചെല്ലമുത്തു സേതുപതിയുടെയും റാണി സൗഗന്ധിയുടെയും മകളായി രാമനാഥപുരത്ത് ജനനം. പെൺകുട്ടികൾക്ക് ആയോധനകല ഉൾപ്പെടെ പലതും അഭ്യസിക്കാൻ പ്രയാസമായിരുന്ന കാലഘട്ടമായിരുന്നിട്ടും മാതാപിതാക്കൾ തങ്ങളുടെ മകൾക്ക് എല്ലാം പഠിക്കാനുള്ള അവസരം നൽകി. ആയോധന കലകൾക്ക് പുറമെ ഇതര ഭാഷകളിലും വേലുനാച്ചിയാർ പ്രാവീണ്യം നേടി. വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ ഉടനെ തന്റെ 16ാമത്തെ വയസ്സിൽ അവർ വിവാഹിതയായി. ശിവഗംഗയിലെ രാജാവ് മുത്തുവടുക പെരിയോടത്തേവരുടെ റാണിയായി അവർ ശിവഗംഗയ്ക്ക് തിരിച്ചു. രാജാവിന്റെ ഭാര്യ എന്നതിലുപരി അവർ നാടിന്റെ ആകെ റാണിയായി. ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന ആ കാലത്തും അവർ ജാതി ഭേദമന്യേ സൗഹൃദങ്ങൾ സൃഷ്ടിച്ചു. ജനങ്ങളുടെ പ്രിയങ്കരിയായി. പക്ഷേ 1772 കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആർക്കോട്ട് നവാബിന്റെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും സഖ്യസൈന്യം ശിവഗംഗയെ ആക്രമിച്ചു കീഴടക്കി. രാജാവിന്റെ മരണത്തെ തുടർന്ന് റാണിയും ഏകമകൾ വെള്ളച്ചിയും ഡിണ്ടികളിലേക്ക് കടന്നു. എന്നാൽ റാണിയുടെ വളർത്തുമകൾ ശത്രുസഖ്യത്തിന്റെ പിടിയിലായി. എന്നാൽ എത്ര കഠിനമായി ചോദ്യം ചെയ്തിട്ടും അവൾ വേലുനാച്ചിയാരും മകളും എവിടെയാണെന്ന് പറഞ്ഞില്ല. ഒടുവിൽ അവരെ ശത്രുസൈന്യം വധിച്ചു കളഞ്ഞു. അവരുടെ സ്മരണാർത്ഥമാണ് തന്റെ സൈന്യത്തിന് ഉടയാർ എന്ന പേര് പോലും വേലുനാച്ചിയാർ നൽകിയത്. ഡിണ്ടികളിലേക്ക് പലായനം ചെയ്ത റാണി പക്ഷെ വെറുതെ ഇരുന്നില്ല. മൈസൂർ ഭരണാധികാരി ഹൈദരാലി, ഗോപാല നായ്ക്കർ, മരുത് സഹോദരന്മാർ തുടങ്ങിയവരുടെ സഹായത്തോടെ ആയുധവും സൈന്യവും വേലുനാച്ചിയാർക്ക് ലഭിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ ഈ സൈന്യത്തെ പരിശീലിപ്പിക്കാനായി റാണി മുന്നിട്ടിറങ്ങി. തമിഴിന് പുറമെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഉറുദു ഭാഷകളിലായി അവർക്കുണ്ടായിരുന്ന പ്രാവീണ്യം നയതന്ത്ര ചർച്ചകളിൽ അവർക്ക് മുൻതൂക്കം നൽകി. തുടർന്ന് 1775 അതിശക്തമായ പെൺപട വേലുനാച്ചിയാറിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങി. ഈ സൈന്യത്തിന്റെ പടത്തലവയായിരുന്നു ചരിത്രത്തിലെ തന്നെ ആദ്യ ചാവേറായി അറിയപ്പെടുന്ന കുയിലി. ഒരു വിജയദശമി നാൾ ശിവഗംഗ കോട്ടയിലെ രാജരാജേശ്വരി ക്ഷേത്രം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആയുധപ്പുര ഈ കോട്ടയിലായതിനാൽ ചുറ്റും കനത്ത കാവലാണ്. എന്നാൽ വിജയദശമി നാളിൽ വർഷത്തിലൊരിക്കൽ സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ളതിനാൽ 100 കണക്കിന് സ്ത്രീകൾ പൂജാദ്രവ്യങ്ങളുമായി ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി നടന്നുവരുന്നു. പെട്ടെന്നാണിത് സംഭവിച്ചത്. പൂജാദ്രവ്യങ്ങളിൽ ഒളിപ്പിച്ച ആയുധങ്ങൾ പുറത്തെടുത്ത് സ്ത്രീകൾ കാവൽക്കാരെ ആക്രമിക്കാൻ തുടങ്ങി. പെട്ടെന്നുള്ള ആക്രമണത്തിൽ സൈന്യം പകച്ചുപോയെങ്കിലും അവർ പതിയെ തിരിച്ചടിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് പട പീരങ്കികൾ ഉപയോഗിച്ച് ഉടയാൾ പോരാളികളെ ആക്രമിക്കാൻ തുടങ്ങി. ഇനി ഒട്ടും താമസിക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേതാവ് കുയിലി കോട്ടയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. സഹ പോരാളികളോട് നെയ്യും എണ്ണയും തന്റെ മേലൊഴുക്കാൻ അവർ ആവശ്യപ്പെട്ടു. പീരങ്കി, തോക്കുകൾ തുടങ്ങിയവയ്ക്കുള്ള വെടിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്ന നിലമായിരുന്നു അവരുടെ ലക്ഷ്യം. നെയ്യിൽ കുളിച്ചിരിക്കുന്ന തന്റെ ശരീരത്തിൽ തീ കൊളുത്തിക്കൊണ്ട് ആയുധപ്പുരയിലേക്ക് ഓടിക്കയറി. വലിയൊരു പൊട്ടിത്തെറി. ആയുധങ്ങളും സൈനികരുമടക്കം പലതും കത്തിച്ചാമ്പലായി. ബ്രിട്ടീഷ് പട അന്താളിച്ചു നിന്നു. അന്നവിടെ എരിഞ്ഞടങ്ങിയത് ചരിത്രത്തിലെ തന്നെ ആദ്യ ചാവേർ പോരാളി ആയിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. തന്റെ നാടിനും റാണിക്കും വേണ്ടി ജീവത്യാഗം ചെയ്ത ഈ ധീരവനിത നാടൻ പാട്ടുകളിലൂടെയും വാമൊഴി ചരിതങ്ങളിലൂടെയും ഇന്നും അനശ്വരിയായി ജീവിക്കുന്നു. ഈ സംഭവത്തോടെ ശിവഗംഗയിലെ ബ്രിട്ടീഷ് പട ക്ഷയിച്ചു. തുടർന്ന് 1780 വേലുനാച്ചിയാർ തന്റെ സൈന്യവുമായി ശിവഗംഗയിലെത്തി. നവാബിന്റെ സൈന്യം മധുരയിലായതിനാൽ
അവശേഷിച്ച ബ്രിട്ടീഷ് സൈന്യത്തെ റാണി നിഷ്പ്രയാസം തോൽപ്പിച്ചു. തുടർന്ന് തിരിച്ചെത്തിയ നവാബിനെയും കീഴടക്കി വേലു നാച്ചിയാർ തന്റെ അപ്രമാദിത്യം ഊട്ടിയുറപ്പിച്ചു. ജനങ്ങൾ തങ്ങളുടെ റാണിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കി മാറ്റി. തനിക്കൊപ്പം നിന്നവരെയും റാണി മറന്നില്ല. ഹൈദരാലിക്ക് പള്ളി നിർമ്മിച്ചു നൽകുകയും മരുതു സഹോദരന്മാർക്കും മറ്റുള്ളവർക്കും ഉപകാരം നൽകുകയും ചെയ്തു. പക്ഷേ ചരിത്രത്തിൽ വേലു നാച്ചിയാർക്ക് അർഹിച്ച അംഗീകാരം ലഭിച്ചോ എന്നത് ഇന്നും ഒരു ചോദ്യമായി തുടരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് നമ്മൾ വിളിക്കുന്ന 1857 വിപ്ലവത്തിന് 77 വർഷം മുൻപാണ് ഈ ധീരമായ ചെറുത്തുനിൽപ്പ് നടന്നത്. എന്നിട്ടും അർഹിച്ച അംഗീകാരം ലഭിക്കാതെ വേലു നാച്ചിയാരും ഉടയാൾ പടയും ചരിത്രത്തിന്റെ ഏടുകളിൽ മറഞ്ഞിരിക്കുന്നു.